അപ്പൊ എന്താണ് ഈ ഡബിൾ ഫാക്ടോറിയൽ? നമ്മൾ ഓൾറെഡി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്തില് എൻ ഫാക്ടോറിയൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു എൻ മൈനസ് ത്രീ അങ്ങനെ 1 വരെ എന്ന് വെച്ചാല് ഇവിടെ ഓരോ ഫാക്ടേഴ്സിൽ നിന്നും നമ്മൾ എന്താണ് ചെയ്യുന്നത്? 1 സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സബ്ട്രാക്ടിങ് 1 ഫ്രം ഈച്ച് ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ 6 ഫാക്ടോറിയൽ എന്താണ്? Subtracting 1 from 6, you get 5. Subtracting 1 from 5, you get 4. So 6 into 5 into 4 into 3 into 2 into 1. Final answer 720. Okay. അപ്പൊ ഇത് പെർമ്യൂട്ടേഷനകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതിന്റെ ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡബിൾ ഫാക്ടോറിയൽ. ഓക്കെ, എൻ ഡബിൾ ഫാക്ടോറിയൽ. എൻ ഡബിൾ ഫാക്ടോറിയൽ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനകത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് പഠിച്ചിട്ടില്ല. സോ എൻ ഡബിൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന എൻ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എൻ മൈനസ് ഫോർ ഇൻറ്റു എന്ന് പറഞ്ഞ് പോകും. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സബ്ട്രാക്ടിങ് 2 ഫ്രം ഈച്ച് ഫാക്ടേഴ്സ് ആൻഡ് ഫൈനലി ഇറ്റ്സ് എൻഡിങ് അപ്പ് വിത്ത് 1 ഓർ 2. ഓക്കെ, അപ്പൊ ഇവിടെ n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ പോസിറ്റീവ് ഇന്റിയർ ആണെങ്കിൽ അത് 2ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അതുപോലെ n ഓഡ് പോസിറ്റീവ് ഇന്റിയർ ആണെങ്കിൽ അത് 1ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഹിയർ ആർ സം എക്സാമ്പിൾസ്. 6 ഡബിൾ ഫാക്ടോറിയൽ ദിസ് ഈക്വൽ ടു 6 into 4 into 2 എന്ന് വെച്ചാൽ എന്താ ഇവിടെ? 6 into 6 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4, 4 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2, so you get 48. 7 ഡബിൾ ഫാക്ടോറിയൽ 7 into 5 into 3 into 1, 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുന്നു, നമുക്ക് 105 എന്ന ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം, അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ 0 ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നോർമലി നിങ്ങൾ എല്ലാവരും ചിന്തിച്ചാണ്. അതുപോലെ 1 ഡബിൾ ഫാക്ടോറിയലിന്റെ വാല്യൂ എന്താണ്? അതുപോലെ 2 ഡബിൾ ഫാക്ടോറിയലിന്റെ വാല്യൂ എന്താണ്? അപ്പൊ ഈ 3 വാല്യൂസും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അത് കിട്ടാനായിട്ട് നമുക്ക് വേറൊരു ഫോർമുല യൂസ് ചെയ്യാം. എൻ ഡബിൾ ഫാക്ടോറിയൽ ഈക്വൽ ടു n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ n പ്ലസ് 1 ഡബിൾ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫോർമുല പറഞ്ഞിരിക്കുന്നത്? n ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ n പ്ലസ് 1 ഡബിൾ ഫാക്ടോറിയൽ. ഫോർമുല ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ n-ന് 2 കൊടുത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഡബിൾ ഫാക്ടോറിയൽ ദിസ് ഈക്വൽ ടു n-ന് 2 കൊടുക്കുക, ഫാക്ടോറിയലിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ 1 ഡബിൾ ഫാക്ടോറിയൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? n-ന് 1 കൊടുത്താൽ മതി അല്ലെ? സോ 1 ഡബിൾ ഫാക്ടോറിയൽ ഈക്വൽ ടു n-ന് 1 കൊടുത്തു കഴിഞ്ഞു. അപ്പൊ 1 ഡബിൾ ഫാക്ടോറിയലിന്റെ ആൻസർ എന്താണ്? 1 ആണ് കിട്ടുന്നത്. ഇനി 0 ഡബിൾ ഫാക്ടോറിയൽ. 0 ഡബിൾ ഫാക്ടോറിയൽ കിട്ടാൻ എന്ത് ചെയ്യണം? n-ന് 0 കൊടുക്കണം. അപ്പൊ എന്ത് വരും? 0 ഡബിൾ ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെ 0 കൊടുക്കുമ്പോൾ 1 ഫാക്ടോറിയൽ ബൈ 1 ഡബിൾ ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 ആണ്, 1 ഡബിൾ ഫാക്ടോറിയലിന്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പൊ അതിന്റെ ആൻസർ 1 എന്ന് കിട്ടും. അപ്പൊ 0 ഡബിൾ ഫാക്ടോറിയലിന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പം ഇത് മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 3 വാല്യൂസ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക.